പൊതുവേ ക്ഷേത്രങ്ങൾക്ക് സ്വന്തമായിട്ട് കടവോ അല്ലെങ്കിൽ പടവുകളോ ഉണ്ടാവാറില്ല. അപ്പോൾ ഭഗവാന് ആറാട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ പൊതുവേ ദൂരമുള്ള സ്ഥലങ്ങളിലാണ് പല അമ്പലങ്ങളിലും പോകേണ്ടി വരുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. തൊട്ടടുത്ത് നമ്മുടെ തന്നെ സ്വന്തം കടവുണ്ട്. പടവുകളിൽ കൂടെയാണ് നമ്മുടെ കർക്കിടക ബലി തർപ്പണം ചെയ്യേണ്ട വ്യക്തികളെല്ലാം ഇവിടെ ബലി പോയിട്ട് വരുന്നത്. ഇവിടെ ഈ പരിപാവനമായ സ്ഥലമാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ബലിതർപ്പണം ചെയ്യുന്ന ഭൂമിയാണ്. കർക്കിടക വാവിൻ്റെ സമയത്ത് ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് വരുന്ന ഈ ബലിതർപ്പണത്തിന് പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യാൻ വരുന്ന വ്യക്തികൾക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. ഈ പടവുകൾ വഴി നമുക്ക് ഭഗവാന്റെ അവിടെ പൂജ ചെയ്ത ആളുകൾക്ക് വന്ന് ബാക്കി കർമ്മങ്ങളെല്ലാം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ മീനച്ചിലാറിൻ്റെ കടവ് വരെ ശിവക്ഷേത്രത്തിൻ്റെ ഈ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആറ്റിൻ്റെ കര വരെ നമ്മൾ എത്തുന്നു. അപ്പം ക്ഷേത്രത്തിൻ്റെ വസ്തു ഇവിടെ വരെ എത്തുന്നു. ഈ പടവുകൾ വഴിയാണ് കർക്കിടക ബലി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ ചടങ്ങുകൾ നടത്തുന്നത്. ഇതിൻ്റെ തെക്കുവശത്തായിട്ടാണ് നമ്മുടെ കോട്ടയം പ്രധാന പട്ടണം ആ ഭാഗത്താണ്. ഇത് മുനിസിപ്പൽ ഏരിയ ആണ്. കോട്ടയം നഗരസഭയുടെ ഏരിയ ആണെങ്കിലും കോട്ടയത്തിൻ്റെ പ്രധാന പട്ടണം കഞ്ഞിക്കുഴിയൊക്കെ വരുന്നത് ഈ മീനച്ചിലാറിൻ്റെ അപ്പുറത്തെ കരയിലാണ്. ഇവിടെ ഇപ്പം ഇവിടെ അല്ലേ ഈ ഭാഗത്തായിട്ടൊരു പാലം വരാനുള്ള ശ്രമമുണ്ട്. പാലത്തിൻ്റെ തൂണൊക്കെ നാട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പം പാലം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ കോട്ടയം പട്ടണത്തിൻ്റെ നേരെ നടുക്കിലെ പ്രധാന ഭാഗങ്ങളിലേക്ക് പോകാനുള്ള വഴിയാവും. അപ്പോൾ അതുകൊണ്ട് കോട്ടയം പട്ടണത്തിലുള്ളവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഏറ്റവും പെട്ടെന്നുള്ള സൗകര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഇത് വളരെ പ്രകൃതി രമണീയവും വളരെ പരിപാവനവുമായ സ്ഥലമാണ്. ഈ പടവുകൾ വഴി നമുക്ക് ഭഗവാന്റെ അവിടെ പൂജ ചെയ്ത ആളുകൾക്ക് വന്ന് ബാക്കി കർമ്മങ്ങളെല്ലാം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രാധാന്യം. പൊതുവേ ക്ഷേത്രങ്ങൾക്ക് സ്വന്തമായിട്ട് കടവോ അല്ലെങ്കിൽ പടവുകളോ ഉണ്ടാവാറില്ല. അപ്പോൾ ഭഗവാന് ആറാട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ പൊതുവേ ദൂരമുള്ള സ്ഥലങ്ങളിലാണ് പല അമ്പലങ്ങളിലും പോകേണ്ടി വരുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. തൊട്ടടുത്ത് നമ്മുടെ തന്നെ സ്വന്തം കടവുണ്ട്.